ടേബിൾ ടോപ്പ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. പൂവാറന്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റിസോർട്ട് ഉള്ളത്. മലമുകളുടെ കൂടെ കുറേ യാത്ര ചെയ്താലേ നമുക്കിവിടെ എത്താൻ പറ്റുള്ളൂ. നമ്മളിവിടെ വന്നേണ് നമ്മുടെ നാട് പോലെ ഒന്നും തോന്നില്ല. നമ്മൾ ഊട്ടിയിലൊക്കെ വന്ന പോലെയാ തോന്നുന്നു. ഇവിടെ മഞ്ഞും കോടയൊക്കെ കാണുമ്പോൾ പ്രത്യേക രസമാണ് ഇവിടെ. ഈ റിസോർട്ടിൽ മൊത്തം 3 റൂമുണ്ട്. 2 എണ്ണം വലുതും 1 എണ്ണം ചെറുതും. പിന്നെ ഒരു കിച്ചണും ഒരു ഡൈനിങ് ഹാളും. റിസോർട്ടിന്റെ ചുറ്റും നടന്ന ഫുള്ള് മലകളാ. എന്ത് രസാന്നറിയോ ഇവിടെ. മലകളുടെ ഇടയിൽ കൂടെയൊക്കെ കോടമഞ്ഞ് പോകുമ്പോൾ എന്ത് രസാന്നറിയോ കാണാൻ. ഈ റിസോർട്ടിന്റെ ചുറ്റും മലകളാ. അപ്പോഴും കോടമഞ്ഞ് ഇങ്ങനെ അത് കാണാൻ ഭയങ്കര രസമാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നമുക്ക് എവിടെയാണെന്ന് നോക്കിയാലോ? സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് മഴ പെയ്തത്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഒറ്റ ഓട്ടം വെച്ചെടുത്തു. ഇവിടെ ഇങ്ങനെയാ, എപ്പോഴാ മഴ പെയ്യാന്ന് പറയാൻ പറ്റത്തില്ല. മഴ പെയ്ത കാണാൻ നല്ല രസമാണ്. സ്വിമ്മിംഗ് പൂളിൽ പോകാൻ പറ്റാത്ത സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് റോയ്ക്കുട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കേക്കുമായിട്ട് വന്നത്. ഇനി കേക്ക് തിന്നാന്ന് വിചാരിച്ചു. ഞങ്ങൾ കസിൻസ് എല്ലാവരും ഒരുമിച്ചാണ് പോയത്. ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ. കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കിട്ടി. പക്ഷെ അവന് മാത്രം കിട്ടിയില്ല. അതുകൊണ്ട് അവൻ ഭയങ്കര ബഹളായിരുന്നു. കേക്ക് മുറി കഴിഞ്ഞിട്ട് എല്ലാവരും സ്വിമ്മിംഗ് പൂളിലേക്ക് ഒറ്റ ഓട്ടം. അത് ലീ മാത്രം വന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ചാടിയതേ ഉള്ളൂ. അവൾ ഓടി വരിക. എല്ലാവരും എന്നെ കൂട്ടാൻ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയില്ലേ? ഞാൻ ശരിയാക്കി തരാം.
കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും രാത്രിയായി. ദിവസം രാവിലെ എണീറ്റപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അവർ ഞങ്ങളെ കൂട്ടാതെ മലയ്ക്ക് പോയി. ആ മലയുടെ പേരെന്താണെന്നറിയോ? ഉടുമ്പുംപാറ. അത് ഒരുപാട് മലയുടെ മുകളിലാണ്, കുറേ നടക്കണം. അതുകൊണ്ടാണ് ഞങ്ങളെ കൊണ്ടാവാതിരുന്നത്. കുട്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല, വലിയവർക്ക് മാത്രം പോകാൻ പറ്റുള്ളൂ. അവിടെ നിറച്ചു അട്ടയാ.
റിസോർട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ദിസ് ചാനൽ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.